നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കാൻ പോവാണ്. അതും മിൽമാസ് കാറ്ററിംഗിന്റെ ഗോഡൌണിലിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. മിൽമാസ് കാറ്ററിംഗിന്റെ ഉടമസ്ഥനായ നിയാസ് തന്നെയാണ് ഇന്ന് മന്തിയുടെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. 5000 പേർക്ക് ഉണ്ടാക്കുന്ന ആള് ഇന്ന് വെറും 10 പേർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ സഹായിക്കാൻ വേണ്ടി മില്ലാജ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗൾഫുകാരനാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. മില്ലാജ് പറയുന്നത് സവോള ഇങ്ങനെ അരിഞ്ഞാൽ പോരാ, കുനുകുന അരിയണമെന്നാണ്. ഇപ്പം ഇതിനു വേണ്ടിയുള്ള ഇറച്ചിയാണ് വലിയ പീസുകളായിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നത്. മന്തി ആകുമ്പോൾ ഒരുവിധം പീസിന് വലുപ്പം വേണേ, കറി പീസല്ലല്ലോ വേണ്ടത്. പിന്നെ അതിന് വേണ്ട ഉണക്ക നാരങ്ങ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, ഉണക്ക നാരങ്ങയാണ്. പിന്നെ സവോള, മല്ലി, സൺഫ്ലവർ ഓയില്, കരിവേപ്പില, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചനാരങ്ങ, ഇവയൊക്കെയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. പുതിനയില ഉണ്ട് കേട്ടോ, പുതിനയിലയും മല്ലിയിലും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അപ്പം അടുത്ത് ഇപ്പം ഉടൻ തന്നെ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ക്യാപ്സിക്കന്, പച്ചമുളക്, നമ്മുടെ സവോള, വെളുത്തുള്ളി, ഇഞ്ചിയുണ്ട്. പിന്നെ ഇപ്പം കൈമാ റൈസാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത ഇട്ടേക്കുവാണേ. അത്രയും വെള്ളത്തിൽ കുതിർത്ത് ഇടുമ്പോഴത്തേക്ക് അത്രയും കൂടെ വേവ് കുറച്ച് മതിയായിരിക്കും. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. മിൽമയുടെ ഇഞ്ചിയുടെ ചൊരയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിൽമ കേറ്റേഴ്സിന്റെ ഓണർ ഇഞ്ചി കരയ്ക്കുന്നു. ചൊര മിൽമ. നമ്മുടെ മോനിച്ചൻ, ഹുക്ക ബ്രാൻഡിന്റെ ഓണർ മോനിച്ചൻ. വെളുത്തുള്ളിക്ക് നോവെന്ന് പറഞ്ഞിട്ടാണ് വെളുത്തുള്ളിക്ക് വേണ്ടി പതുക്കെ പതുക്കെ ഇതാക്കുന്നത്. ഇപ്പൊ വെളുത്തുള്ളി പേസ്റ്റ് ആക്കുവാണ്. വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക ചെയ്യുന്നത്. അരി ഇപ്പൊ നമ്മള് വെള്ളത്തിൽ കുതിർത്ത ശേഷം വാരി നമ്മള് വെക്കുവാണ്. വലിയ അരിയെ നമ്മൾ ഉപയോഗിക്കാവുള്ളത്. വലിയ അരിയാണ് നമ്മൾ കുഴിമന്തിക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ അരി ഉപയോഗിക്കരുത്, വലിയ അരി തന്നെ ഉപയോഗിക്കണം. വലിയ അരി നമ്മളിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത ശേഷം വാരി നമ്മൾ വെള്ളം കളയാൻ വേണ്ടി വെക്കുവാണ്. ആരുമല്ല നമ്മുടെ ഇപ്പൊ നമ്മൾ തക്കാളി, സവോള, ഇഞ്ചി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി വയറുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പമ്മി ഇതിപ്പോ ഗ്യാസ് അടുപ്പ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അത് തീ കത്തിച്ചേക്കുവാണ്. ചെമ്പ് വെക്കുവാണ്. ഈ ചെമ്പ് വെച്ചിട്ട് ഇപ്പൊ നമ്മള് ഇത് ചൂടായ ശേഷം സൺഫ്ലവർ ഓയിൽ നമ്മുടെ കാറ്ററിംഗ് മുതലാളി ഒഴിച്ചു. 1/2 കിലോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്നത് മുളക്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പച്ചമുളകാണ് കീറാതെ ഇട്ടേക്കുന്നത്. സവോള നമ്മൾ ഇട്ടേക്കാണ്. ഭയങ്കര തീയായിരുന്നു. തീ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. നമ്മള് സവോള ഇട്ട്, സവോള വലുതായിട്ട് അരിയണ്ട. അത് ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ഇതിട്ടിപ്പോൾ നമ്മൾ വഴറ്റുവാണ്. നമ്മൾ മറ്റേ മസാലയ്ക്ക് വഴറ്റുന്ന പോലെ വഴറ്റുണ്ട് ഓവറായിട്ടൊന്നത്. ഒരു ചെറിയ വാട്ടറാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കുഴിമന്തി ഉണ്ടാക്കും തോറും ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്മെല്ല് അടിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കണ്ടോ വന്നുകൊണ്ടിരിക്കും. ഇതുണ്ടോ ഹലീൽ ഇരിക്കുന്നുണ്ടോ? ഹലീലിനാണ് ഭയങ്കര വിശപ്പാ. കുഴിമന്തി എത്രയും വേഗം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടോ ഹല വന്നിരിക്കുന്നുണ്ടോ? മിൽമാസ് കാറ്ററിംഗിന്റെ ഓരോ ഗുണങ്ങളെ. നമ്മളിപ്പോ തക്കാളി വലുതായിട്ട് അരിയണേ. തക്കാളി വലുതായിട്ട് അരിഞ്ഞിട്ട് ഇടുകയാണ്. ഇഞ്ചി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചില്ല. ആ പേസ്റ്റും കൂടെ ഇപ്പൊ അതിലേക്ക് വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ളൊരു പേസ്റ്റാണ്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, സവോള, തക്കാളി, പച്ചമുളക് ഇങ്ങനെ നമ്മളിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കി കൊടുക്കണേ. ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവാപ്പട്ട, കുരുമുളക് പൊടിയല്ല, കുരുമുളകായിട്ട് തന്നെ ഇടണം. എന്നാലും അറിയാലോ, കുരുമുളകായിട്ട് തന്നെ കുഴിമന്തി കിടക്കുമ്പോൾ അതിലൊരു ഫ്ലേവർ വേറൊരു രുചിയാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഇതിനിടയ്ക്ക് മില്ലാജ് ഓറഞ്ച് ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നു. ഓറഞ്ച് ജ്യൂസ് ഇച്ചിരി കുടിക്കുകയാണ് ഞാൻ. കല്ലുപ്പാണ് നമ്മളിടുന്ന. കല്ലുപ്പ് പാകത്തിന് ഇടാവുള്ളേ, കാരണം ഇറച്ചിക്കകത്ത് ഉപ്പ് ഇടേണ്ടതാണ് മസാല ചേർക്കുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ കല്ലുപ്പായിട്ട് ഒരു കല്ലുപ്പ് അറിയാലോ. കാറ്ററിംഗിന്റെ മുതലാളിയാണ് ഇത് ചെയ്യുന്നത് ഓർത്തോണം. കാറ്ററിംഗ് മുതലാളി. അടുത്ത ആള് വന്നു. കുഴിമന്തി കേൾക്കുമ്പോ നമ്മളിപ്പോ അത് 2 ജഗ് വെള്ളമാണ് ഒഴിക്കുവാണേ. വെള്ളം ഒഴിക്കണം. കാരണം ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ഇരട്ടി വെള്ളം 2 ജഗ് വെള്ളം ഒഴിച്ചേ. കാരണം 2 ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതിന്റെ അകത്തേക്ക് നമ്മളിപ്പം മസാല പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് കുറച്ചിടുവാണ്. നമ്മൾ പൊടിക്കിടുന്നുള്ളൂ, അധികം ഇടുന്നില്ല. പൊടിക്കും. ഇച്ചിരി പെരിഞ്ചീരകം ഇടുവാണ്. പെരിഞ്ചീരകേ
മിൽമാള് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, അറിയാലോ. അതെ, ഇടുവാണ് ഇച്ചിരി കുറച്ച് മഞ്ഞപ്പൊടിയെ, പിരിയൻ മുളക് പൊടി, പിരിയനെ, അതൊരു ഇച്ചിരി എരിവിന് വേണ്ടിയൊക്കെയാണ്. കഴുകി വെച്ച ചിക്കൻ ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇടുവാണ്, തിളച്ച വെള്ളത്തിലേക്ക് ഇടുവാണ്. അത് ഒരു പുഴുങ്ങാൻ വേണ്ടി, അറിയാലോ, മന്തി ഒരു പുഴുങ്ങിയ ഒരു സ്റ്റൈലിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് മൂടി വെച്ച് നമ്മളിനി പുഴുങ്ങുവാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മാഗിയുടെ മറ്റേ ക്യൂബില്ലേ, മന്തി ക്യൂബ്, അത് നമ്മൾ ഇടാൻ പോവാണ്. അത് വെള്ളത്തിൽ കലക്കിയിട്ട് 3 ക്യൂബാണ് നമ്മൾ ഇടാൻ പോകുന്നത്. 3 ക്യൂബിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ഇട്ട് നമ്മൾ ഇളക്കും. ഇപ്പോൾ നിയാസ് വീണ്ടും ഓരോ പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇത് കണ്ടോ, മിൽമാസ് കേറ്ററിംഗ്. അതെ, ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് വെന്തോണ്ടിരിക്കില്ല, അതിൻ്റെ അകത്തോട്ട് ഇടുവാണേ. ചിക്കൻ ഒരുവിധം പുഴുങ്ങിയെടുത്താറായിട്ടുണ്ട്. ഒന്ന് കാണിച്ച് കണ്ടോ, ചിക്കൻ ഇങ്ങനെ ഒരുവിധം വെന്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, പുഴുങ്ങി വന്നിട്ടെ. അറിയാലോ, മന്തിയുടെ ആ ഒരു പുഴുക്കലുണ്ടല്ലോ, ആ ഒരു സ്റ്റൈൽ. ചിക്കൻ ഇല്ലേ, വേവിച്ചില്ല, അത് കോരുവാണേ. അതിലോട്ടല്ല, അവിടെ വെച്ച സാധനം കോരിയിട്ട് നമ്മൾ മുമ്പ് ആ ചിക്കൻ വെച്ചില്ലേ, ആ കൊട്ടയിലേക്ക് തന്നെ എടുത്ത് വെക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് അരി ഇട്ട് വേവിക്കാൻ വേണ്ടി. അതിനുവേണ്ടി ചിക്കൻ കോരുവാണ്. ചിക്കൻ കോരി എടുത്തിട്ട് ചിക്കൻ കോരി എടുക്കുവാണ്. എത്രയും ചിക്കൻ ഫുള്ള് എടുക്കണേ. ചിക്കൻ നമ്മൾ ഫുള്ള് ഉണ്ടോ നോക്കുവാണ്, എടുക്കുവാണ്, ഫുള്ള് എടുക്കുവാണ്. ഇപ്പൊ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയില്ലേ, അരി ഇങ്ങോട്ട് ഇടുവാണേ. അരി ഫുള്ളിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് അരി വേകണം. ഒന്ന് പൊട്ടിക്കേ. ഓക്കെ, വെള്ളത്തിൽ കിടന്ന് അരി വെന്ത് ആ ഒരു ലെവലിലായി. ആ അരിക്കുള്ള ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണേ. കാരണം ഇതിൻ്റെ അകത്ത് മസാല ചേർക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പം ആ വെള്ളത്തിൽ പിരിയ മുളക് പൊടി ഇടുവാണ്. ഇച്ചിരി എരിവിന് വേണ്ടിയാണ്. കൈയിട്ട് നല്ല ചൂടാണ്, അതിൻ്റെ അകത്തിട്ട് ഒന്ന് കൈയിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കുക. ആ എരിവ് ഇതെല്ലാം കൂടെ വേണ്ടി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ അരി വെന്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തേക്കാണ്. അരി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അരി ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നത്. അത് ഇച്ചിരി നാരങ്ങ, പച്ചനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നേ. ഉണക്കനാരങ്ങ ഇട്ടിട്ടുണ്ട്. ചപ്പെല്ലാം ചേർത്താണ് പറ്റി ആ വെള്ളത്തിലൊന്നായി ഒന്ന് ഗ്യാസിലാ വെക്കുന്ന. നമ്മളിന്ന് ഗ്യാസില സാധാരണ വെക്കുന്ന, ഇതില അടുപ്പില കറിയില വെക്കുന്നത് സാധാരണ. പിന്നെ നമ്മള് ഗ്യാസില വെക്കുന്നത്. ഇളക്കി കൊടുക്കും ഇടയ്ക്ക്. ഇച്ചിരി ഗരം മസാല ഒക്കെ ഇട്ട് ചിക്കൻ ഒന്നും കൂടെ ഇളക്കുവാണ്. ഇത് ലാസ്റ്റ് ഇനി അരിയെല്ലാം വെന്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് പിറക്കി വെക്കണം. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യുകയാണത്. അരി ഇപ്പോൾ നമ്മുടെ വെന്ത് ഏകദേശം ഇതുണ്ടോ, റൈസ് ആയിട്ടുണ്ട്. റൈസായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി കറി ഉണ്ടാക്കണം. അതിന് വേണ്ടി ചേർത്ത് നമ്മൾ കരിച്ചിട്ട് കറിയാക്കിയിട്ടുണ്ട്. അത് ഇനി ഇതിൻ്റെ അകത്ത് വെക്കും. ഈ ചിക്കൻ എല്ലാം നിരത്തി വെച്ച ശേഷവും നമ്മൾ കറി വെക്കത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് അരിയൊക്കെ നല്ല റൈസൊക്കെ ഉണ്ടോ, നല്ല പൊരിച്ചിരിക്കും, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, 6 kg നെയ്യ് ചക്കല ഒഴിക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല, ഒരു 100 ഗ്രാമൊക്കെ. എന്നാലുള്ള അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ആ ചിരട്ട ഇതാക്കിയില്ലേ, കത്തിക്കില്ല, അത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുകച്ചതിനകത്ത് വെക്കും. ഇനി നമ്മൾ ചിക്കൻ നമ്മുടെ സൈഡിലോട്ടെല്ലാം നിരത്തുവാണ്. സൈഡിലോട്ടെല്ലാം നിരത്തിക്കൊണ്ടിരിക്കുക. ചിക്കൻ നിരത്തുന്നതാണ് അങ്ങനെ. ചിക്കൻ നമ്മൾ നിരത്തി സൈഡിലെല്ലാം വെച്ചു മൂടി വെക്കുക. ആ പുകയ്ക്കകത്തിരുന്ന് വേണം ഇതിൻ്റെ അത്. നമുക്ക് കുഴിയില്ലാത്തതുകൊണ്ട് ചെമ്പിനകത്തിൽ വെച്ചിരിക്കും. നമ്മൾ ആ കുഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ പുകയെല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് ഉടൻ തന്നെ നമുക്ക് ഇത് റെഡിയാവും. സലാഡ് ഉണ്ടാക്കണം. ക്യാപ്സിക്കനും സവോളയും തക്കാളിയൊക്കെ ഇട്ട് മില്ലാജിനും നമ്മുടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി തൈര് ഒഴിച്ചൊരു സലാഡ് ഉണ്ടാക്കുവാണ്. നമ്മുടെ ഐറ്റം എല്ലാം റെഡി ആയിരിക്കുവാണ്. സലാഡ് ഉണ്ടാക്കണം. ക്യാപ്സിക്കനും സവോളയും തക്കാളിയൊക്കെ ഇട്ട് മില്ലാജിനും നമ്മുടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി തൈര് ഒഴിച്ചൊരു സലാഡ് ഉണ്ടാക്കുവാണ്. നമ്മുടെ ഐറ്റം എല്ലാം റെഡി ആയിരിക്കുവാണ്. ഇപ്പോഴേ കൊക്കക്കോള കുടിക്കാം, കൂടുതൽ ഫുഡ് കഴിക്കാൻ വേണ്ടി. അതെ, പ്ലേറ്റ് എല്ലാം നിറഞ്ഞേ. നമ്മൾ 8, 9, 10 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. അതിനുള്ള പ്ലേറ്റ് എല്ലാം റെഡിയാക്കുന്നത്. 1.5 കിലോ അരിക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതെ, സലാഡ് റെഡിയാണ്, എല്ലാം റെഡിയാണ്. 3 കിലോ കോഴി അമ്മിയൊക്കെ വന്നിരിക്കുവോ കഴിക്കാൻ വേണ്ടി. കണ്ടോ, മില്ലാജാണ് ഡ്രസ്സൊക്കെ ഒരു ഇങ്ങനെ നിൽക്കുക. എന്നാ കഴിക്കുമ്പോൾ മില്ലാജിന് തന്നെ അറിയത്തില്ല. ഇത് ഇമ്രാൻ വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഇമ്രാൻ വന്നു. ദേ കണ്ടോ, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഹരിയിലാണെങ്കിൽ സലാഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ക്യാപ്സിക്കനും നമ്മുടെ സവോള എല്ലാം ഇട്ടുള്ള ഒരു സലാഡാണ്. പിന്നെ തൈര് വേണ്ടവർക്ക് തൈരിട്ടുള്ള സലാഡ്. ഇത്രയും പേര് വന്നിരിക്കുക കഴിക്കാൻ വേണ്ടി. കണ്ടോ, നമ്മളിത് റാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മളിതിപ്പോ പൊട്ടിക്കാൻ വേണ്ടി പോവാണേ. പൊട്ടിച്ചു നമ്മള് മൂടി വെച്ചിരുന്നില്ലേ, അതിങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടേ.
എല്ലാം നോക്കി എന്നാ ടേസ്റ്റ് ഒരു നമ്മളിഞ്ഞ് വിളമ്പാൻ പോവാണ്. വിളമ്പാൻ തുടങ്ങുവാണ്. എല്ലാവർക്കും വിളമ്പി കൊടുക്കണേ. ഓരോ പീസും റൈസും വെച്ചാണ് ചോറും. എന്റെ ആൾക്കാർ ക്യൂ ആ നിൽക്കുന്നുണ്ടോ? അതെ, ക്യൂ നിൽക്കുന്നുണ്ടോ എല്ലാരും? നിയാസ് ഇങ്ങനെ മിൽമാസ് കേറ്ററിംഗിന്റെ മണം അടിക്കുമ്പോ തന്നെ അതിന്റെ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അയ്യോ അയ്യോ, ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഞാൻ മില്ലാജിനോടും ഇത് ലിയാക്കത്തിനോടും ഹലീലിനോടും. ഹലീൽ എങ്ങനെയുണ്ട്? ഇത്ര നല്ലൊരു മന്തി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. സൂപ്പറാണോ? എങ്ങനെയുണ്ട്? ചുമ്മാ പറയുമല്ല, അടിപൊളി. ആണോ? ഒരു രക്ഷയില്ല. രക്ഷയില്ലാതെ. എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറാണോ? പോളി സാധനം. ഇനി ഞാനും കൂടെ കഴിക്കാണ്ട്. ഞാൻ കഴിച്ചു നോക്കിട്ട് ഇമ്രാൻ പറ. ഇമ്രാനെ അടിപൊളി ടേസ്റ്റ്. അയ്യോ, എന്റെ പ്ലേറ്റ് ഓക്കെ. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് മോണിച്ചാ? എങ്ങനെയുണ്ട് മോണിച്ചാ? എന്താ അളിയ? സൂപ്പർ. ഒറിജിനൽ മന്തി കഴിക്കുന്ന പോലെ. ആണോ? ഇത്രയും മുട്ട സെറ്റ്. എങ്ങനെയുണ്ട്? വായിക്കത്ത് മുട്ട വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടോ? സൂപ്പർ. ലിയാക്കത്ത് രണ്ടാമത് പോയി എടുത്തിട്ടുണ്ട്. അമി സൂപ്പർ. പൊളി പൊളി. ഞാൻ തന്നെ ഉണ്ടാക്കിയാറുണ്ട്. കൊള്ളാം കൊള്ളാം. ഇമ്രാൻ ഇന്ന് 150 ലാഭമാ. നീതിത്തോടെ എന്നാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ.